ക്കുന്ന മഹലിനെ രണ്ടാക്കാൻ സമ്പത്ത് ദുരുപയോഗം ചെയ്യണം. അവരിൽ 40ഉം 60ഉം വയസ്സായ ആളുകളെങ്കിലും ഒരു വീണ്ടും വിചാരത്തിന് തയ്യാറാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതെല്ലാം രീതിയിലൊക്കെ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കി. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, മുസ്ലിം സമുദായം അവരോടൊപ്പമില്ല. പണം ഉണ്ടായിരിക്കാം, സമുദായം അവരോടൊപ്പമില്ല. സമുദായം അവരോടൊപ്പമില്ല എന്ന് അവർക്ക് ബോധ്യമായ സമയങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓർമ്മല്ലേ മാസപ്പുറവി പെരുന്നാളൊന്നുണ്ടാക്കിയാലോ? എത്ര കാളിമാരാ ഉറപ്പിച്ചുകൂട്ടെ? 14 ജില്ലയിലെ കാളി. ബ്ലോക്ക് കാളുണ്ടോന്നറിയില്ല. 14 ജില്ലയിലെ കാളി, 156 ബ്ലോക്കിലെ കാളി, 1000ഓളം ഗ്രാമപഞ്ചായത്തിലെ കാളി, ഇതൊക്കെ കൂടി ഉറപ്പിച്ചിട്ട് എത്ര ആള് പെരുന്നാളുണ്ടാക്കി? 3.5 ആള്. അപ്പൊ സംഭവം എന്താ പറയുക? നിങ്ങൾ മാസം കാണാതെ കണ്ടു എന്ന് കള്ളസാക്ഷി പറഞ്ഞ് മനഃപൂർവ്വം ചെയ്യുക. ഈ കഴിഞ്ഞ പെരുന്നാൾക്ക് അങ്ങനെ സംഭവം ഉണ്ടായില്ലേ? എന്തേ ഉറപ്പിക്കാൻ ധൈര്യം വരെയിരുന്നു? ഇവരുടെ വയനാട് ജില്ലാ കാളിനെ കൊണ്ട് വരാണ്ട് ഉറപ്പിച്ചു. ആദ്യം അയാളാണ് ഉറപ്പിച്ചു. പാവം സയൻസ് സാധുവാണ്, അതുകൊണ്ട് ഉറപ്പിച്ചു. തരുവണ ഉറപ്പിച്ചു നോക്കുമ്പോ മലപ്പുറത്തേറിന് ഉറക്കണില്ല, കോഴിക്കോട്ടുകാരന് ഉറക്കണില്ല, പാണക്കാട്ടെന്ന് ഉറക്കാതെ ഇനി ഉറക്കൂലെന്നല്ലേ. ഞങ്ങള് സുന്നി മേഖലന്ന് ഇവരെ വിളിച്ചു. ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളായിട്ടല്ല വിളിച്ചത്, ഞങ്ങളെ കുട്ടികളെ വിളിച്ചു. വിളവന്മാർ അത് അന്ന ആളാണ്, SSF എന്നാണ്, നമ്മൾ ഉറപ്പിക്കണില്ലേ വെച്ചു. പാണക്കാട്ടെന്ന് ഉറപ്പിക്കാതെ ഇനി ഉറപ്പിച്ചാ വസവാകുന്നു. പാണക്കാട്ടെന്നുള്ള സ്വാധീനം മലപ്പുറം ജില്ലയിൽ നിന്ന് ഒഴിവാക്കാനാത്തത്. സ്വാധീനം പെരുന്നാളുണ്ടാക്കിയപ്പോ മനസ്സിലായില്ലേ? ഇങ്ങനെ സിറാജ് ദിനപത്രത്തിൽ എഴുതിയെന്താ അറിയോ? കേരളത്തിൽ 60% പെരുന്നാളുണ്ടാക്കി. ഇവർക്ക് എപ്പോഴും എണ്ണത്തിൽ വലിയ കുഴപ്പം പറ്റുന്നുണ്ട്. ഏതാണ് ഈ 60%? ഏതാണ് ഈ പെരുന്നാളുണ്ടാക്കി 60% എന്നിട്ട് അത് ഉറപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ കുറെ നേരത്തെ തുടങ്ങിയതാ. നേരത്തെ ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. സമസ്തയില് പ്രശ്നം അത് രണ്ടായി പിളരുന്നതിന്റെ മുമ്പ് സിറാജ് ദിനപത്രത്തില് ഇടക്കിടക്ക് ഒരു ലേഖനം എഴുതിയിരുന്നു. പള്ളിക്ക് കുറ്റി ഇറക്കേണ്ടത്, പള്ളിക്ക് കട്ടില വെക്കേണ്ടത്, പള്ളി ഉദ്ഘാടനം ചെയ്യേണ്ടതൊക്കെ ആലിമീങ്ങളാണ്. ഇങ്ങനെ ഇടക്കിടക്ക് എഴുതും, ആലിമീങ്ങളാ ചെയ്യേണ്ടത്. എന്തായി പറഞ്ഞത്? പാണക്കാട്ടെ തങ്ങളല്ല ഇന്നെ വിളിക്കേണ്ടതെന്നായി പറയുന്നത്. അങ്ങനെ കുറെ കാലം എഴുതി. അങ്ങനെ എത്ര എഴുതിയിട്ട് ഒരു മനുഷ്യനും ഇയാൾ ഉദ്ഘാടനത്തിന് വിളിക്കില്ല എന്നുണ്ടപ്പോ പിന്നെ മറിച്ച് ലേഖനം എഴുതി കുറ്റിയിറക്കലൊക്കെ ആശാരികളാണ്. മൂപ്പരെ വിളിക്കുന്നില്ല എന്നുണ്ടപ്പോ പിന്നെ കുറ്റിയിറക്കൽ ആശാരികളാണ്. ഏതുപോലെ നിലമ്പൂരുണ്ടായിരുന്നൊരു പിരാന്തം. ഇയാൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയും, പടച്ചോനെ ഇതിന്റെ 4ാമത്തെ ഈരാക്കാന്റെ മാതിരി ആക്കണേ, 4ാമത്തെ ഈരാക്കാന്റെ മാതിരി ആക്കണേന്ന് പറയും. അതിലൊരു ഇയാൾ ഇങ്ങനെ പാണക്കാട്ടെ തങ്ങളെ മാതിരി ആക്കണേ, പാണക്കാട്ടെ തങ്ങളെ മാതിരി ആക്കണേ പറയക്കാണ്. അവസാനം അങ്ങനെ ആവണില്ല എന്ന് കണ്ടപ്പോ പിരാന്ത ഒരു ദിവസം പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, പടച്ചോനെ അതിനിടയ്ക്ക് കജൂലെങ്കിൽ ബീരാക്കാൻ എന്നെ പോലെ ആക്കണേ. ഈ രീതിയിൽ പാണക്കാട് തങ്ങളെ മാതിരി ആക്കണേ, പാണക്കാട്ടെ തങ്ങളെ മാതിരി ആക്കണേന്ന് കുറെ കാലം പറഞ്ഞു നടന്നിട്ട് ചൊങ്കില്ലാന്ന് കണ്ടപ്പോ എന്നാ ഇനി തങ്ങൾ എന്റെ മാതിരി ആക്കണേ എന്നുകൊണ്ടപ്പോ നടക്കണേ. അതൊന്നും ഉണ്ടാവൂല. ആ പിരാന്തേറ്റാണ് പോകാം. അങ്ങനെയാണ് ജീവൻ പോകാന്നല്ലാതെ. ഏത് വരുന്നത്? നിങ്ങൾ ഒരു മഹലിന് പള്ളി ഉണ്ടാക്കി തരും, ഉദ്ഘാടനത്തിന് മൂപ്പറെ വിളിച്ച് മാർബിളുമ്പോ മൂപ്പറെ പേരെഴുതിയാൽ മതി. അത് നോക്കാനീ ഒരു ആലിമിന്റെ അധപ്പതനം. ആകെ ഡിമാൻഡ് എന്തുള്ളൂ? ആ മഹലിലുള്ള കുഞ്ഞാനുട്ടികളും കാരണന്മാരും കൂടിയാണ്ട് മക്കളെ നിങ്ങൾ എനിക്ക് ഈമാൻ സലാമത്താകാൻ ദ്വാർക്കണം, നമുക്കൊരു പള്ളി ഉണ്ടാക്കാന്നല്ല പറയുന്നത്. മനുഷ്യന്മാർക്ക് അങ്ങനെ ഉണ്ടല്ലോ ഒന്ന്. നിങ്ങൾ നമ്മളെ ഈമാൻ സലാമത്താകാൻ വേണ്ടി, ആഖിറം വെളുത്താകാൻ വേണ്ടിയിട്ട്, പരലോകത്ത് രക്ഷ കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി ദ്വാരക്കണം. നമ്മൾ ശ്രമിച്ചു നോക്കുക. അള്ളാന്റെ വീടല്ലേ, നമ്മൾ പള്ളി ഉണ്ടാക്കാന്നല്ല പറയുന്നത്. പള്ളിയൊക്കെ ഉണ്ടാക്കിയ തരങ്ങൾ ഉദ്ഘാടനത്തിന് വിളിച്ചണം. ഉറുപ്പ് എത്ര കാലം പാടില്ല. എന്തൊരടപ്പവനത്! അതോടുകൂടി അത് കഴിഞ്ഞില്ലേ? ഒമാ ലഹൂഫിൽ ആഖിറത്തിൽ ഖലാഖ് തിരുത്തി കിതാബ് ഓതിയിട്ട് പോകണം. അങ്ങനെയുള്ള ആളുകൾക്ക് പരലോകത്ത് അതിന്റെ പേരിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല, ഒരു വലിയ പൂജ്യം. അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ എന്നാലും കുറെ ഒരു മര്യാദ വേണ്ടേ? തെറ്റുകുറ്റങ്ങൾ വരികയാണെങ്കിൽ അത് പൊറുക്കപ്പെടാനുള്ള കുറെ ഹസനാത്ത് വർദ്ധിപ്പിക്കണ്ടേ? എന്നിട്ട് വലിയ ആഖിറ തൊഴിലാളികളാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ പേരിലൊക്കെ വിമർശനം. പാണക്കാട് തങ്ങൾ ആക്ഷേപിക്കുക,
ബാഫയ്ക്ക് തങ്ങൾ ആക്ഷേപിക്കാം. വലിയ വലിയ ആളുകളെ ആക്ഷേപിക്കണേ, ചെറിയ ആളുകളെന്നല്ല. എന്താ മനസ്സിലാക്കിയത്? മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങളെക്കുറിച്ച് വരെ വിമർശിച്ച് ലേഖനം എഴുതി. ശിഹാബ് തങ്ങളെക്കുറിച്ചും സഹോദരന്മാരെക്കുറിച്ചും നിശിതമായി വിമർശിച്ച് ലേഖനം എഴുതി. സയ്യിദ് കുടുംബത്തിന് മുസ്ലിം സമുദായത്തിലുള്ള അംഗീകാരത്തിനുള്ള അസൂയയെ കാണിക്കുന്നത്. അസൂയക്ക് മരുന്നില്ല, യാതൊരു നിവൃത്തിയില്ല. ഞാനതിനെക്കുറിച്ചൊന്നും പറയില്ല. എന്തൊക്കെ വിമർശിച്ചേക്കണം എഴുതുന്നു, മാന്യത വിട്ടെഴുതുന്നു, ഒരു സ്റ്റേജിൽ പറയാൻ പറ്റാത്ത വിധം എഴുതുന്നു, വളരെ മോശമായിരുന്നു. എന്നിട്ട് എന്തൊക്കെ വലിയ ആഖിറത്തിന്റെ ആളുകളാണെന്നുള്ള അവകാശപ്പെടുന്നു. എന്നാ ഞാനൊന്ന് പറയട്ടെ, തങ്ങന്മാരെ കാര്യം ഇരിക്കട്ടെ. മർഹൂം CH അദ്ദേഹത്തെക്കുറിച്ച് കുറെ എഴുതി. ഞാൻ ചോദിക്കട്ടെ, CH മുഖ്യമന്ത്രിയായി, ഉപമുഖ്യമന്ത്രിയായി, സ്പീക്കറായി, MP ആയി, മന്ത്രിയായി. മുഖ്യമന്ത്രിയായി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ മൊത്തം ഖജനാവിന്റെ താക്കോലിന്റെ ചുമതലക്കാരനായില്ലേ? 13 കൊല്ലാണ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട് പണയത്തിലാണ്. ആ വീടിന് ബാഫയ്ക്ക് തങ്ങളും പൂക്കോയത്തങ്ങളും മലേഷ്യൻ പര്യടനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവര് കയറ്റിക്കൊടുത്ത വീടാണ്. ബാഫയ്ക്ക് തങ്ങളും പൂക്കോയത്തങ്ങളും മലേഷ്യയിൽ പോയി തിരിച്ചു വന്നിട്ട് CH വീട് കയറ്റി കൊടുത്താണ്. അതിന് മുമ്പ് വീടില്ല. ആ വീടാണ് CH മരിക്കുമ്പോൾ പണയത്തില്. ആ CH ദുന്യാവിന്റെ ആളാണ്. 13 കൊല്ലം മന്ത്രിയായ ആള് മിസ്കീനായി മരിച്ചപ്പോ ദുന്യാവിന്റെ ആള്. 13 കൊല്ലം മൂല്യയുടെ പണി യത്തീംഖാനയ്ക്ക് പിരിക്കും ചെയ്തിട്ട് കോടികൾ സമ്പാദിച്ച ആള് ആഖിറത്തിന്റെ ആളും. എവിടെ ഈ ദുന്യാവ് ആഖിറൊക്കെ നിശ്ചയിക്കല്? എനിക്കത് മനസ്സിലായിട്ടില്ല. വിമർശനത്തിലെ നീതി വേണ്ടേ? ഇമാം ഗസാലി പറഞ്ഞിട്ടുണ്ട്, ലാ യഗുറൻ കാമിനൽ മർഇ ഖമീസുൻ റഖഅ ഔ ഇദാറുൻ ഫൗക കഅബി സാഖു മിൻഹു റഫഅ. ഗണങ്കാല് വരെ പൊക്കിയെടുത്ത തുണി, കഷ്ണം വെച്ച കുപ്പായം എല്ലാം കൂടി കണ്ട ഔലിയാക്ക് വായിക്കണ ആളാൻ തോന്നും. ആളെ കണ്ട നീ വഞ്ചിതനാവണ്ട. പണം കൊണ്ട് ഇടപാടി നോക്ക, അപ്പൊ കാണാം ആളെ കോലന്ന്. അപ്പോഴേ ആളെ കോലം തിരിയുള്ളൂ. സംസ്ഥാനത്തിന്റെ ഖജനാവിന്റെ താക്കോലിന്റെ ചുമതലക്കാരൻ നിശ്ചയനായി മരിക്കുന്നു. അതാ സൂക്ഷ്മത. അത് സൂക്ഷ്മതയാണ്. സൂക്ഷ്മതയല്ലേ? ഭാഗിച്ചു കൊടുക്കണ്ടേ? എനിക്കും നിങ്ങൾക്ക് സാധിച്ചോ നമ്മൾ ആലോചിക്കണ്ടേ? അവരൊക്കെ ആക്ഷേപിക്കാം. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞങ്ങളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി പഞ്ചായത്തേതാവുന്നത് ഇപ്പൊ ഒന്ന് കണ്ടു സിറാജുൽ ന്യൂസ്. വനിതാ സംവരണ ബില്ല് നിർത്തിവെക്കണം. നിർത്തിവെക്കണം എന്നല്ല പറയേണ്ടത്, ഉപേക്ഷിക്കണം എന്നാ പറയേണ്ടത്. നിർത്തിവെച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും കൊണ്ടുവരാം. നിർത്തിവെക്കണം. നിർത്തിവെക്കണം എന്നല്ല, ഉപേക്ഷിക്കണം എന്നാ പറയേണ്ടത്. ഇപ്പൊ എനിക്കറിയാം, ഞാനൊക്കെ പറഞ്ഞ എന്റെ പേരിൽ അവസാന ആക്ഷേപം അയാൾ പഞ്ചായത്തുള്ള ആളാണ്. പഞ്ചായത്തിലേക്ക് ജയിക്കണമെങ്കിൽ ചങ്ങായിമാരെ ആരെങ്കിലും വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഫുലാനങ്ങൾ എവിടെയെങ്കിലും നിർത്തിവെക്കാണി. കെട്ടിവെച്ച കാശ് കിട്ടും അയാൾക്ക്. കെട്ടിവെച്ച ഇല്ലാനും കിട്ടൂല. ഇപ്പൊ എന്തോ വഖഫ് ബോർഡിന്റെ മത്സരം ഉണ്ടായില്ലേ? മുത്തവല്ലിമാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വലിയ ഓരോ മത്സരിച്ചിരുന്നു. മത്സരിച്ച വീരറിഞ്ഞോ? മത്സരിച്ചത് പറഞ്ഞോ? തോറ്റോ പറഞ്ഞില്ല. എന്തേ അതിന് ആരെങ്കിലും വേണ്ടേ? വീരറിഞ്ഞോ? മത്സരിച്ചത് പറഞ്ഞില്ല, തോറ്റത് പറഞ്ഞില്ല. മനുഷ്യൻ വോട്ട് ചെയ്യണമെങ്കിൽ ചങ്ങായിമാരെ ആളുകൾ ആരെങ്കിലും കൂടെ വേണ്ടേ? പേപ്പറിൽ മാത്രം ജീവിച്ചാൽ മതിയോ? അതിന് പഞ്ചായത്തിന് പെണ്ണുങ്ങളില്ലേ? അതിപ്പോ വലിയ കാര്യമായ ചർച്ചകളാണ് ഉണ്ട്. അവിടെ എന്താ വേണ്ടു? മുസ്ലിം പെണ്ണുങ്ങളെ നിൽക്കാതിരിക്കണം. ഓ ശരി. പകരം ആ മുസ്ലിം പെണ്ണുങ്ങൾ നിൽക്കും. ശരി. ആ മുസ്ലിം പെണ്ണുങ്ങൾ ജയിച്ചു വന്നാൽ പിന്നെ മുസ്ലിമായ പുരുഷനെ അവിടെ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഏതായാലും പറ്റൂല. കാരണം മുസ്ലിം പെണ്ണിനെ കാണാൻ പാടില്ല എന്നല്ല, മുസ്ലിം പെണ്ണിനെയും കാണാൻ പാടില്ലല്ലോ. അപ്പൊ ഫലത്തിൽ ആദ്യം മുസ്ലിം പെണ്ണ് ഒഴിവായി, പിന്നെ മുസ്ലിം ആണ് ഒഴിവായി, അതോടുകൂടി മുസ്ലിമായത് മുഴുവനും ഒഴിവായി കിട്ടി. ഇതന്നെയാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണോ ഉദ്ദേശിച്ചതോ? പക്ഷെ എനിക്കവിടെ വേറെ സംശയം കൂടിയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പണപ്പിരിവിന് വേണ്ടി പോകുമ്പോ പണപ്പിരിവ് ഫർള് അതിനല്ല, ഫർള് കിഫായിയാന്നും പറഞ്ഞുകൂടാ. കാരണം ഇയാളല്ലെങ്കിൽ വേറെ ആളുണ്ടാവും. അത് വരാതാണെന്നില്ല, ഒരു സുന്നത്താ നിൽക്കാം. തിരിക്കാൻ പോലെ സുന്നത്ത്. സുന്നത്തായ അമൽ ചെയ്യാൻ വേണ്ടി വിമാനത്തിൽ കയറിയ എയർ ഹോസ്റ്റസ് ഉണ്ട് അവിടെ, അവരെ കാണല് ഹറാമു. എന്ത് ചെയ്യും?
സുന്നത്തായ അമലിന് വേണ്ടി പോകുമ്പോ ഹറാമാകാണെങ്കിൽ പിന്നെ പോകാതിരിക്കണ്ടേ? വിമാനത്തുകാരിയായ എയർ ഹോസ്റ്റസിനെ കാണുന്നതിന്റെ ഹുക്കുമുണ്ടാവുന്നു. ഇയാൾ പറയേണ്ടതാണ്. അപ്പൊ അനിവാര്യമായ ഘട്ടങ്ങളിലുള്ള കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ മുസ്ലിം സമുദായത്തെ ഭരണപങ്കാളിത്തത്തിൽ നിന്ന് മാറ്റി നിർത്താൻ മുസ്ലിം വിരോധികൾ സമർത്ഥമായി ബുദ്ധിശൂന്യരെ ദുരുപയോഗം ചെയ്യുകയാണ്. വളരെ സമർത്ഥമായ ഉപയോഗിച്ചിട്ടുള്ളത്. സ്ത്രീകൾ ഒഴിവാകണമെന്ന് ആദ്യം പറഞ്ഞു. ആ സ്ഥാനത്ത് അമുസ്ലിം സ്ത്രീ വന്നു. ഉടനെ പറയണ്ടേ മുസ്ലിം പുരുഷന് ഒഴിവാണെന്ന്? കാരണം അമുസ്ലിമായ പെണ്ണിനെ പിന്നെ കാണാൻ പറ്റുമോ? അജ്നബിയല്ലേ? അതോടുകൂടി ഫലത്തിൽ മുസ്ലിം സമുദായത്തിന് എല്ലാവിധ പ്രാതിനിധ്യ സഭകളിലും പ്രാതിനിധ്യം നിഷേധിക്കപ്പെടണമെന്നാണ് ഇന്ത്യയിലെ മുസ്ലിംകളുടെ വിരോധി ആഗ്രഹിക്കുന്നത്. വിരോധിയുടെ ആഗ്രഹം ഈ മെഗഫോണുകളിലൂടെ പ്രത്യക്ഷപ്പെടുകയാണ്. അത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു. ഉമ്മത്ത് മുസ്ലിമയുടെ യോജിപ്പാണ് പ്രധാനം. ഉമ്മത്ത് മുസ്ലിമയുടെ യോജിപ്പ് സുന്നത്തമായത്തിന്റെ മാർഗത്തിലാവണം. സുന്നത്തമായത്തിന്റെ മുഖ്യധാര സമത്വ കേരള ജമിയത്തുലുലമയാണ്. സമത്വയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് മഹാന്മാരായ ആരിഫീങ്ങളായ സാദാത്തുക്കളും ഔലിയാക്കളുമായ മഹാപണ്ഡിതന്മാരും മഹാരഥന്മാരുമാകുന്നു. കേരളത്തിൽ അതാത് കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഉന്നത ശ്രേഷ്ഠരാണ് സമത്വയെ നിയന്ത്രിച്ചു പോന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലും ഇന്നും സമത്വയോട് വിരോധം വെച്ച് പുലർത്തുന്നവരും മാറി ചിന്തിക്കുന്നവരും ഒന്നുകിൽ സ്ഥാനമാനങ്ങളുടെ പിന്നിൽ ഓടുന്നവരോ അല്ലെങ്കിൽ സമ്പത്തിന്റെ പിന്നിൽ ഓടിക്കൂടുന്നവരോ ആണെന്ന് മനസ്സിലാക്കി സമുദായത്തെ ഓർത്ത്, സമുദായത്തിന്റെ നന്മയോർത്ത്, സമുദായത്തിന്റെ ഐക്യമോർത്ത് സമത്വയെ സുന്നത്തമായത്തിനെ ശക്തിപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കുകയും വിദായി പ്രസ്ഥാനക്കാരിൽ നിന്നും വിഘടിത പ്രസ്ഥാനങ്ങളിൽ നിന്നും മാറി നിന്ന് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് ഗമിക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.